Hello everyone. Today we are going to discuss GK, the chapter 4. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഗ്ലോബ് ട്രോട്ടിംഗ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. എന്താ ഗ്ലോബ് ട്രോട്ടിംഗ് എന്ന് പറഞ്ഞാല് നമ്മള് ലോക സഞ്ചാരം എന്നാണ് അതിന്റെ അർത്ഥം വരുന്നത്. അപ്പൊ ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ സഞ്ചരിച്ച ആ ഒരു നമ്മളെ പല പല സിവിലൈസേഷൻസിനെ കുറിച്ചാണ് നമ്മൾ ഇതിൽ പഠിക്കുന്നത്. അതായത് പല സംസ്കാരങ്ങളും എങ്ങനെയാണ് ഉരുത്തിരിഞ്ഞു വന്നത് എന്നുള്ള ഒരു ചാപ്റ്റർ ആണ് നമ്മൾ ഇതിൽ നോക്കുന്നത്. But first, നമുക്ക് നോക്കാം. People of the civilization were the first to cultivate tea and make silk. ടീയും സിൽക്കും ഉണ്ടാക്കിയത് ഏത് രാജ്യക്കാരാണ് എന്നാണ് ഇതിനകത്ത് ചോദിച്ചിരിക്കുന്നത്. അത് ഏതാണ്? ഫസ്റ്റ് വൺ വന്നിട്ട് ചൈനീസ് ആണ്. ടീ കണ്ടെത്തിയത് ചൈനീസുകാരാണ് കേട്ടോ. The people of the civilization were the first to codify their law and build aqueducts to supply water to their cities. അക്വാഡക്ട്സിലൂടെ, അക്വാഡക്ട്സ് എന്ന് പറഞ്ഞാല് നമ്മൾ കനാൽസിലൂടെ വാട്ടർ സപ്ലൈ ചെയ്യാൻ പറ്റും എന്ന് കണ്ടെത്തിയ ആദ്യത്തെ സംസ്കാരം, അതായത് ആദ്യ ആരാണ്, സിവിലൈസേഷൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. റോമൻകാരാണ്. People of this civilization made a drink from cocoa and used cocoa beans as money. കൊക്കോ എന്ന് പറഞ്ഞാൽ കാപ്പിക്കുരു. അത് കണ്ടെത്തിയത് ആരാണ്? ഈ സിവിലൈസേഷൻ ആണ്, ആസ്ടെക് സിവിലൈസേഷൻസുകാരാണ്. People of this civilization started the Olympic game in 1776 BCE, which were held every 4 years. 4 വർഷം കൂടുമ്പോൾ ഒളിമ്പിക് ഗെയിംസ് നടക്കാറുണ്ട് അല്ലെ. അത് ആദ്യമായിട്ട് കണ്ടെത്തിയത് ഗ്രീക്കുകാരാണ്. The civilization is known for its town planning and excellent drainage system. ടൗണിലൊക്കെ ഡ്രെയിനേജ് സിസ്റ്റം കൊണ്ടുവന്നത് ഏത് സംസ്കാരത്തിൽപ്പെട്ട ആൾക്കാരാണ്? ഇൻഡസ് വാലി ആൾക്കാരാണ്. The people of this civilization practiced terrace farming on the slope of the Andes. അതായത് ടെറസിലെ ഫാമിംഗ് നടത്താൻ പറ്റും എന്നുള്ളത് നമ്മൾ കണ്ടെത്തിയത് ഇൻകാക്കാരാണ്. People of this civilization devised cuneiform script. Cuneiform script കണ്ടെത്തിയ ആൾക്കാരാണ് മെസപ്പൊട്ടോമിയ. Okay. People of this civilization knew how to calculate the area, volume of rectangle, area and cylinder. Area of volume, rectangle, cylinder ഒക്കെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും എന്ന് കണ്ടെത്തിയത് ഈജിപ്ഷ്യൻകാരാണ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റിലേക്ക് പോകാം. It is located in Mexico, also known as the Temple of Kukulkan. Okay, this structure of the Chichen Itza archaeological site is one of the new 7 wonders of the world. Adeda El Castillo. It was constructed on the Isthmus of Panama. It connects to Atlantic Ocean and Pacific Ocean to facilitate movements of goods. അതായത് ഒരു കനാല് പോലെ ഉണ്ടാക്കിയിട്ട് അതിലൂടെ ഗുഡ്സ് ഇങ്ങനെ ഒരു രാജ്യത്തിലേക്ക്, 2 രാജ്യം പറഞ്ഞ അറ്റ്ലാന്റിക് ഓഷ്യൻ, പസഫിക് ഓഷ്യൻ, അങ്ങനെ അതിലൂടെ പോവാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു കൺസ്ട്രക്ട് എന്താണെന്നാണ് ചോദിക്കുന്നത്. അത് പനാമ കനാലാണ്. അതൊരു കനാലാണ്. ഓക്കെ, അവിടുന്ന് ഇവിടേക്ക് കൊണ്ടെത്തിക്കുന്നത്. ഓക്കെ, ഗുഡ്സ് ഒക്കെ എത്തിക്കുന്നതിന് വേണ്ടി. ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ കംബോഡിയ. It is a temple which is also known also appear the flag of the country. Okay, അതേതാണ് ആ ടെമ്പിൾ? ആങ്കർ വാട്ട്. അടുത്തത്, it is located off the northeast coast of Australia in the Pacific Ocean. It is the largest coral reef in the world. അതായത് പവിഴപ്പുറ്റുകൾ ഏറ്റവും കൂടുതൽ, അതിന്റെ പേരാണ്, ഓസ്ട്രേലിയയിലാണ് അത് കാണപ്പെടുന്നത്. അതെന്താ, അതിന്റെ പേരാണ് ഗ്രേറ്റ് ബാരിയർ റീഫ്. ഓക്കെ, അടുത്തത്, it is located in Turkey. It is originally a church which is converted into mosque then into museum. ആദ്യം അത് ചർച്ച് ആയിരുന്നു, പിന്നെ അത് മ്യൂസിയം ആക്കിയിട്ട് മാറ്റി, മോസ്ക് ആയി, പിന്നെ മ്യൂസിയം ആക്കി മാറ്റി. അതാണ് എന്താണ്, ഹാഗിയ സോഫിയ. It is on the Zambezi River on the border between Zimbabwe and Zambia. It is one of the most amazing waterfalls in the world. Eda Victoria Falls. It is located in Peru. It was settlement built by the Inca ruler. Adana Machu Picchu. It is located in France, built by King
Louis XIV. It has now been converted into a museum, the place of Versailles. Okay. ഇനി നെക്സ്റ്റ് പോകുന്നത് നമ്മള് ഫേമസ് ആയ ഒരുപാട് ആൾക്കാരുടെ ചിത്രങ്ങൾ അവിടെ തന്നിട്ടുണ്ട്. ആ രണ്ടുപേര് ഏത് രാജ്യക്കാരാണെന്നാണ് പറയാൻ പറഞ്ഞത്. കാർലസ് സ്ലിം, അതേപോലെ ഒക്ടാവിയോ പാസ്. ഇവർ രണ്ടുപേരും വരുന്ന രാജ്യം മെക്സിക്കോ ആണ്. മെക്സിക്കോയിലെ ഒരു കോടീശ്വരനായിരുന്നു കാർലസ് സ്ലിമും. ഒക്ടാവിയോ പാസ് എന്ന് പറയുന്ന ആള് അവിടുത്തെ ഒരു പോയറ്റ് ആയിരുന്നു. അടുത്തത് വാൻകാരി മത്തായി ആൻഡ് ജോമോ കെനിയാട്ട. ഇവർ രണ്ടുപേരാണ്. ഇവർ രണ്ടുപേരും വരുന്നത് കെനിയ റീജിയനിലാണ്. ഓക്കെ. ഒരു വാൻകേരി മത്തായി എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ ലീഡർ ഒക്കെ ആയിരുന്നു. കെനിയത്തെ. അതേപോലെ ആഫ്രിക്കൻ വുമൺ വിൻ നോബൽ പ്രൈസ്, ഫസ്റ്റ് നോബൽ പ്രൈസ് കിട്ടിയ ഒരു ആഫ്രിക്കൻ വുമൺ കൂടിയായിരുന്നു. അതേപോലെ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് കെനിയ ആയിരുന്നു ജോമോ കെനിയാട്ട. ഇനി തേർഡ് വൺ, ഏണസ്റ്റ് റൂദർഫോർഡ് ആൻഡ് എഡ്മണ്ട് ഹിലാരി. ഏണസ്റ്റ് റൂദർഫോർഡ് ആറ്റം കണ്ടെത്തിയ ആളാണ്. എഡ്മണ്ട് ഹിലാരി ഫസ്റ്റ് എവറസ്റ്റ് കീഴടക്കിയ ആളാണ്. ഇവർ രണ്ടുപേരും ഏത് രാജ്യക്കാരാണ്? ന്യൂസിലാൻഡുകാരാണ്. ഓക്കെ. അടുത്തത് റൊമുലോ ഡേവിഡ് ആൻഡ് കൊസാനോ അക്വിനോ. റൊമുലോ ഡേവിഡ് കൊസാനോ അക്വിനോ ഏത് രാജ്യക്കാരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫിലിപ്പീൻകാരാണ്. അതിൽ കൊസാനോ അക്വിനോ പറഞ്ഞാൽ അവിടുത്തെ ഒരു പ്രസിഡന്റ് ആയിരുന്നു. ഓക്കെ. റൊമുലോ ഡേവിഡ് ഒരു സയന്റിസ്റ്റും ആയിരുന്നു. അടുത്തത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ലയണൽ മെസ്സി ആൻഡ് ഗബ്രിയേല സബാറ്റ്നി. ഓക്കെ. ഇവർ രണ്ടുപേരും വന്നിട്ട് ഏത് രാജ്യക്കാരാ? അർജന്റീനയാണ്. ഗബ്രിയേല സബാറ്റ്നി എന്ന് പറഞ്ഞാൽ ഒരു ടെന്നീസ് പ്ലെയർ ആണ്. മെസ്സി ആരാ? ഫുട്ബോൾ ആണ് അല്ലെ? ഓക്കെ. ഫുട്ബോൾ പ്ലെയർ ആണ്. അടുത്തത് മാഗ്നസ് കാൾസൺ ആൻഡ് ട്രൈബ് ലൈ. മാഗ്നസ് കാൾസൺ എന്ന് പറയുന്നത് ഒരു ചെസ് പ്ലെയർ ആണ്. ട്രൈബ് ലൈ എന്ന് പറയുന്നത് ഒരു പൊളിറ്റീഷ്യൻ ആണ്. ഇവർ രണ്ടുപേരുമുള്ള രാജ്യം ഏതാണ്? നോർവേ ആണ്. ഓക്കെ. നെക്സ്റ്റ് പേജിലേക്ക് പോവാം. വിച്ച് ഈസ് ദ മോസ്റ്റ് സ്പോക്കൺ ലാംഗ്വേജ് ഇൻ ദ വേൾഡ്? ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ലാംഗ്വേജ് ഏതാ? മാൻഡറിൻ ലാംഗ്വേജ്. ഓക്കെ. Who was the first person to reach the South Pole? സൗത്ത് പോളിലേക്ക് ആദ്യമായിട്ട് എത്തിച്ചേർന്നത്? റൊവാൾഡ് അമുണ്ട്സൺ. Which country is called Nippon in its local language? Japan. Okay. Which country was the first to attacked by Germany in the Second World War? Poland. അടുത്തത് മാച്ച് ദ ഫോളോയിങ് ആണ്. റാഡ്ക്ലൈഫ് ലൈൻ എന്ന് പറഞ്ഞ ആരാണ്? അദ്ദേഹമാണ് സെപ്പറേറ്റ്സ് ഇന്ത്യ. ഓക്കെ. റാഡ്ക്ലൈഫ് ലൈൻ എന്ന് പറഞ്ഞത് എന്താണ്? സെപ്പറേറ്റ്സ് ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ. സെപ്പറേറ്റ് ഇന്ത്യനും പാകിസ്ഥാനും സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു ഭാഗത്തുണ്ടല്ലോ, ആ ഭാഗത്തിനെ പറയുന്നതാണ് റാഡ്ക്ലൈഫ് ലൈൻ. ഓക്കെ. നെക്സ്റ്റ് ഖൈബർ പാസ് എന്ന് പറഞ്ഞാല് കണക്ട്സ് പാകിസ്ഥാൻ ആൻഡ് അഫ്ഗാനിസ്ഥാൻ. പാകിസ്ഥാനെയും അഫ്ഗാനിസ്ഥാനെയും കണക്ട് ചെയ്യുന്ന ആ ഒരു ബൗണ്ടറി ഉണ്ടാവുമല്ലോ, അതിനെയാണ് ഖൈബർ പാസ് എന്ന് പറയുന്നത്. ഡെമോണിം. ഡെമോണിം എന്ന് പറഞ്ഞാൽ ദ നെയിം ഗിവൻ ടു ദ പീപ്പിൾ ഓഫ് എ പ്ലേസ്. ഓക്കെ. അടുത്തത് സിയാം എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ്സ് ഇന്ത്യ, സോറി, ഓൾഡ് നെയിം ഓഫ് തായ്ലാൻഡ്. ഓൾഡ് നെയിം ഓഫ് തായ്ലാൻഡ് ആണ് സിയാം. അടുത്തത് ട്രൂ ഓർ ഫാൾസ്? ദ അറ്റ്കാമ ഈസ് ദ ഹോട്ട് ഡെസേർട്ട് ഇൻ ദ വേൾഡ്. വേൾഡിലുള്ള ഡ്രൈ ആയിട്ടുള്ള ഹോട്ട് ഡെസേർട്ട് ഏതാണ്? അറ്റ്കാമയാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈസ് ഇറ്റ് ട്രൂ ഓർ ഫാൾസ്? ഇറ്റ് ഈസ് ട്രൂ. The headquarters of Vodafone is in Germany. Headquarters of Vodafone Germany illa. Okay. The national tree of Canada is maple. Is it true? Yes, it is true. The official name of Greece in the
ഹെലനിക് റിപ്പബ്ലിക്. ദ ഒഫീഷ്യൽ നെയിം ഓഫ് ഗ്രീസ് ഈസ് ദ ഹെലനിക് റിപ്പബ്ലിക് ആണോ എന്നാണ് ചോദിച്ചത്. ഈസ് ഇറ്റ് ട്രൂ? ഇറ്റ് ഈസ് ട്രൂ. ഓക്കെ, അപ്പൊ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് വോഡഫോൺ ഈസ് ഇൻ ജർമ്മനി മാത്രമാണ് അവിടെ ഫോൾസ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് വോഡഫോൺ എവിടെയാണ് നിങ്ങൾ കണ്ടെത്തണം. ഓക്കെ, ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് വോഡഫോൺ. അപ്പൊ നമ്മള് UK-യിലാണ് ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് വോഡഫോൺ ഉള്ളത്. ഓക്കെ, അപ്പൊ നിങ്ങൾ അത് മറക്കരുത്. ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് വോഡഫോൺ ജർമ്മനി അല്ല, UK ആണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മൾ ഗ്ലോബ് ട്രോട്ടിംഗിൽ നമ്മൾ പഠിക്കുന്നത്. താങ്ക് യു.